വെൽക്കം ടു ഇൻസൈറ്റ് പോയിൻറ്റ്. ഇന്നത്തെ വീഡിയോയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 5th സെമസ്റ്റർ ബികോമിൻ്റെ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസസ് എന്ന പേപ്പറിലെ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 1 ഫിനാൻഷ്യൽ സിസ്റ്റം. ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യമായി പഠിക്കുന്നത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. വാട്ട് ഈസ് ഫിനാൻഷ്യൽ സിസ്റ്റം? Financial system is an institutional arrangement through which financial surpluses in the economy are mobilized from the surplus units and transferred to the deficient unit. This system consists of savers, intermediaries, markets and users of savings. എന്താണ് ഫിനാൻഷ്യൽ സിസ്റ്റം? ഒരു എക്കണോമി ഫിനാൻഷ്യൽ സർപ്ലസ് യൂണിറ്റ്സിൽ നിന്ന് കളക്ട് ചെയ്ത് ഡെഫിഷ്യൻറ്റ് യൂണിറ്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റാണ് ഫിനാൻഷ്യൽ സിസ്റ്റം. അതായത് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? സർപ്ലസ് യൂണിറ്റ്സിൽ നിന്ന് സർപ്ലസ് ഫിനാൻസ് കളക്ട് ചെയ്ത് ഡെഫിഷ്യൻറ്റ് യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഉള്ളവർ ഇല്ലാത്തവർക്ക് കൊടുക്കുക എന്ന് പറയുമല്ലോ, അതുപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കൂടുതൽ ഫിനാൻസ് ഉള്ള യൂണിറ്റ്സിൽ നിന്ന് ഫിനാൻസ് കുറഞ്ഞ യൂണിറ്റ്സിലേക്ക് ഫിനാൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ സേവേഴ്സ്, ഇൻ്റർമീഡിയറീസ്, മാർക്കറ്റ്സ്, യൂസേഴ്സ് ഓഫ് സേവിങ്സ് ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് ഡെഫിനിഷൻ ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റമാണ്. എ ഫിനാൻഷ്യൽ സിസ്റ്റം മേ ബി ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് മാർക്കറ്റ്സ് which encourages savings and channelize them to their effective use. എങ്ങനെയാണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്, മാർക്കറ്റ്സ് ആണ്. എന്താണ് ഇവിടെ ചെയ്യുന്നത്? സേവിങ്സ് എൻകറേജ് ചെയ്ത് ആ സേവിങ്സിനെ എഫക്റ്റീവ് യൂസിലേക്ക് ചാനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സേവിങ്സ് എൻകറേജ് ചെയ്ത് ആ സേവിങ്സ് എഫക്റ്റീവ് യൂസിലോട്ട് ചാനലൈസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് മാർക്കറ്റ്സ് ആണ് ഫിനാൻഷ്യൽ സിസ്റ്റം. നെക്സ്റ്റ്, റോൾ ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ റോൾ. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് സെർവ് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ അൾട്ടിമേറ്റ് സേവേഴ്സ് ആൻഡ് ബോറോവേഴ്സ്. അൾട്ടിമേറ്റ് സേവേഴ്സിൻ്റെയും ബോറോവേഴ്സിൻ്റെയും ഇടയ്ക്ക് ഒരു ലിങ്കായി ഫിനാൻഷ്യൽ സിസ്റ്റം ആക്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ഫോർ ദ സെലക്ഷൻ ഓഫ് പ്രൊജക്ട്സ് ടു ബി ഫിനാൻസ്ഡ്. ഏത് പ്രൊജക്റ്റിലേക്കാണോ നമ്മൾ ഫിനാൻസ് ചെയ്യുന്നത് ആ പ്രോജക്റ്റ് സെലക്ട് ചെയ്യാൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തേർഡ് പോയിന്റ്, ഇറ്റ് പ്രൊവൈഡ്സ് ഡീറ്റെയിൽ ഇൻഫർമേഷൻ ടു ഓൾ ഇൻവെസ്റ്റേഴ്സ്, ബോറോവേഴ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ്. ഇൻവെസ്റ്റേഴ്സിനും ബോറോവേഴ്സിനും ഇൻഡിവിജ്വൽസിനും ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഫിനാൻഷ്യൽ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് അസിസ്റ്റ് ടു ലോവർ ദി കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ ആൻഡ് ഇൻക്രീസ് റിട്ടേൺസ്. കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ കുറച്ച് റിട്ടേൺസ് ഇൻക്രീസ് ചെയ്യാൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് പ്രൊവൈഡ്സ് എ മെക്കാനിസം ഫോർ ട്രാൻസ്ഫറിങ് റിസോഴ്സസ് ഓൾ ഓവർ ദ വേൾഡ്. ഓൾ ഓവർ ദ വേൾഡിലേക്ക് റിസോഴ്സസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുന്നു ഫിനാൻഷ്യൽ സിസ്റ്റം. നെക്സ്റ്റ് പഠിക്കുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ സിഗ്നിഫിക്കൻസ്. ഫസ്റ്റ് പോയിന്റ്, നീഡ് ഫോർ വെൽ ഡെവലപ്ഡ് ആൻഡ് വെൽ ഫങ്ഷൻഡ് മാർക്കറ്റ്. ഒരു വെൽ ഡെവലപ്ഡ് ആൻഡ് വെൽ ഫങ്ഷൻഡ് മാർക്കറ്റിന് വേണ്ടി ഫിനാൻഷ്യൽ സിസ്റ്റം ആവശ്യമാണ്. സെക്കൻഡ് പോയിന്റ്, നീഡ് ഫോർ മോർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ഷൻ. കൂടുതൽ പ്രൊഡക്ഷന് വേണ്ടിയും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയും ഫിനാൻഷ്യൽ സിസ്റ്റം ആവശ്യമായിട്ടുണ്ട്. തേർഡ് പോയിന്റ്, നീഡ് ഫോർ ക്യാപിറ്റൽ. ക്യാപിറ്റലിന് വേണ്ടി ഫിനാൻഷ്യൽ സിസ്റ്റം ആവശ്യമാണ്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. ഫിനാൻഷ്യൽ സിസ്റ്റം ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ടു അട്രാക്ട് ഫോറിൻ ക്യാപിറ്റൽ. ഫോറിൻ ക്യാപിറ്റൽ അട്രാക്ട് ചെയ്യുന്നതിന് ഫിനാൻഷ്യൽ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ടു ഓഗ്മെൻറ്റ് എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത്. എംപ്ലോയ്മെൻറ്റ് ഗ്രോത്തിനും ഫിനാൻഷ്യൽ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ഹെഡാണ് ഫങ്ഷൻസ് ഓഫ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം. ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ്. ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ ഫങ്ഷൻസിൽ മെയിനായിട്ട് 2 ഫങ്ഷൻസാണ് വരുന്നത്. ഒന്ന് പ്രൊവൈഡിങ് ലിക്വിഡിറ്റി, 2 മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്. ഇത് രണ്ടാണ് മെയിൻ ഫങ്ഷൻസ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ. ഇത് കൂടാതെ 4 ഫങ്ഷൻസ് കൂടി ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് വരുന്നുണ്ട്. ദി അതർ ഫങ്ഷൻസ് ആർ: ഫസ്റ്റ്,
It helps in establishing a link between the savers and investors. ഇൻവെസ്റ്റേഴ്സിൻ്റെയും സേവേഴ്സിൻ്റെയും ഇടയ്ക്ക് ഒരു ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ സിസ്റ്റം ഹെൽപ്സ് റെഡ്യൂസിങ് ദി കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ്. കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് റെഡ്യൂസ് ചെയ്യാൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ സിസ്റ്റം വർക്ക് ആസ് ആൻ ഇഫക്റ്റീവ് മീഡിയം ഫോർ ഒപ്റ്റിമം അലോക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇൻ ആൻ എക്കണോമി. ഒരു എക്കണോമിയിലെ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒപ്റ്റിമം അലോക്കേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഇഫക്റ്റീവ് മീഡിയമായി ഫിനാൻഷ്യൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ സിസ്റ്റം ഹെൽപ്സ് ഇൻ റിസ്ക് ട്രാൻസ്ഫോർമേഷൻ ബൈ ഡൈവേഴ്സിഫിക്കേഷൻ. ഡൈവേഴ്സിഫിക്കേഷനിലൂടെ റിസ്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതിന് ഫിനാൻഷ്യൽ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നു. 2 മെയിൻ ഫങ്ഷൻസാണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് വരുന്നത്. പ്രൊവൈഡിങ് ലിക്വിഡിറ്റി ആണ് ഫസ്റ്റ്, സെക്കൻഡ് മൊബിലൈസേഷൻ ഓഫ് സേവിങ് ആണ്. അത് കൂടാതെ വരുന്ന 4 ഫങ്ഷൻസാണ് ഇപ്പോൾ പറഞ്ഞ 4 പോയിൻറ്റ്സ്. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് ഫിനാൻഷ്യൽ കോൺസെപ്റ്റ്സ്. ഫിനാൻഷ്യൽ കോൺസെപ്റ്റ്സ് ഒരു വൈഡ് ഏരിയ ആണ്. 5 കോൺസെപ്റ്റാണുള്ളത്. ഫിനാൻഷ്യൽ അസറ്റ്, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ഫിനാൻഷ്യൽ റേറ്റ്സ് ഓഫ് റിട്ടേൺ, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. ഓരോന്നും സെപ്പറേറ്റ് ഹെഡായിട്ട് ഡീറ്റെയിൽഡായി തന്നെ പഠിക്കാനുണ്ട്. ഫിനാൻഷ്യൽ കോൺസെപ്റ്റിൻ്റെ 5 കോൺസെപ്റ്റിലെ ഒരു കോൺസെപ്റ്റാണ് ഫിനാൻഷ്യൽ അസറ്റ്. എന്താണ് ഫിനാൻഷ്യൽ അസറ്റ്? ഫിനാൻഷ്യൽ അസറ്റ്സ് ആർ ദോസ് വിച്ച് ആർ യൂസ്ഫുൾ ഫോർ ഫർദർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഓർ ഫോർ ഏണിംഗ് ഇൻകം. ഗുഡ്സിൻ്റെ ഫർദർ പ്രൊഡക്ഷന് വേണ്ടിയോ അല്ലെങ്കിൽ ഇൻകം ഏൺ ചെയ്യുന്നതിന് വേണ്ടിയോ ഒരു അസറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ അസറ്റിനെ പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ അസറ്റ്. അതായത് ഒരു അസറ്റ് ഉപയോഗിച്ച് ഫർദർ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അസറ്റ് ഇൻകം ഏൺ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ അസറ്റിനെ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നു. ഒരു ബിൽഡിംഗ് ഫിനാൻഷ്യൽ അസറ്റാണോ? ബിൽഡിംഗ് ഒരു ഫിനാൻഷ്യൽ അസറ്റാണ്. സെയിം ടൈം ബിൽഡിംഗ് ഒരു ഫിസിക്കൽ അസറ്റ് കൂടിയാണ്. ബിൽഡിംഗ് വാങ്ങുന്നതിൻ്റെ പർപ്പസ് അനുസരിച്ചിരിക്കും ബിൽഡിംഗ് ഏത് കാറ്റഗറിയാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ബിൽഡിംഗ് വാങ്ങുന്നത് ഹയറിങ്ങിന് വേണ്ടിയാണെങ്കിൽ ആ ബിൽഡിങ്ങിനെ ഒരു ഫിനാൻഷ്യൽ അസറ്റായി കൺസിഡർ ചെയ്യുന്നുണ്ട്. ബിൽഡിംഗ് വാങ്ങുന്നത് റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയാണെങ്കിൽ ആ ബിൽഡിംഗ് ഒരു ഫിസിക്കൽ അസറ്റാണ്. അപ്പോൾ എന്താണ് ഫിസിക്കൽ അസറ്റ്? ഫിസിക്കൽ അസറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അസറ്റിൻ്റെ ഓപ്പോസിറ്റാണ്. അതായത് ഒരു അസറ്റ് ഫർദർ പ്രൊഡക്ഷന് യൂസ്ഫുൾ അല്ല എങ്കിൽ, ഒരു അസറ്റ് ഇൻകം ഏൺ ചെയ്യാൻ യൂസ്ഫുൾ അല്ല എങ്കിൽ ആ അസറ്റിനെ പറയുന്ന പേരാണ് ഫിസിക്കൽ അസറ്റ്. ഫിനാൻഷ്യൽ അസറ്റിൽ വരുന്നൊരു ഹെഡാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ്. ഫിനാൻഷ്യൽ അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസ് മെയിൻലി 3 ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. ക്ലാസിഫിക്കേഷൻ 1 പ്രൈമറി അസറ്റ് ആൻഡ് സെക്കൻഡറി അസറ്റ് ആണ്. ക്ലാസിഫിക്കേഷൻ 2 മാർക്കറ്റബിൾ അസറ്റ് ആൻഡ് നോൺ മാർക്കറ്റബിൾ അസറ്റ്സ്. ക്ലാസിഫിക്കേഷൻ 3 ക്യാഷ് അസറ്റ് ഓർ മണി അസറ്റ്, ഡെപ്റ്റ് അസറ്റ് ആൻഡ് സ്റ്റോക്ക് അസറ്റ്. ഇങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ 1 പ്രൈമറി അസറ്റായും സെക്കൻഡറി അസറ്റായിട്ടാണ് അസറ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പ്രൈമറി അസറ്റ് എന്താണെന്ന് വെച്ചാൽ ഡെഫിഷ്യൻറ്റ് സ്പെൻഡിങ്ങിലോട്ട് ഫിനാൻസ് ചെയ്യുന്നതിനായി ഫണ്ട് റേസ് ചെയ്യുന്നതിനെയാണ് പ്രൈമറി അസറ്റ് എന്ന് പറയുന്നത്. ബിൽസ്, ബോണ്ട്സ്, ഇക്വിറ്റിയൊക്കെയാണ് പ്രൈമറി അസറ്റിൻ്റെ എക്സാമ്പിൾസ്. സെക്കൻഡറി അസറ്റ് എന്താണെന്ന് വെച്ചാൽ പബ്ലിക്കിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുന്നതിനെയാണ് സെക്കൻഡറി അസറ്റ് എന്ന് പറയുന്നത്. ബാങ്ക് ഡെപ്പോസിറ്റ്, ലൈഫ് ഇൻഷുറൻസ് പോളിസി, UTI യൂണിറ്റ്സ് ഇതൊക്കെയാണ് സെക്കൻഡറി അസറ്റിൻ്റെ എക്സാമ്പിൾസ്. ക്ലാസിഫിക്കേഷൻ 1 2ആയിട്ടാണ് അസറ്റിനെ ഡിവൈഡ് ചെയ്യുന്നത്, പ്രൈമറി അസറ്റ് ആൻഡ് സെക്കൻഡറി അസറ്റ്. ഇനി ക്ലാസിഫിക്കേഷൻ 2 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അസറ്റിനെ, മാർക്കറ്റബിൾ അസറ്റ് ആൻഡ് നോൺ മാർക്കറ്റബിൾ അസറ്റ്സ്. മാർക്കറ്റബിൾ അസറ്റ് എന്താണെന്ന് വെച്ചാൽ ഒട്ടും ഡിഫിക്കൽട്ടീസ് ഇല്ലാതെ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന അസറ്റാണ് മാർക്കറ്റബിൾ അസറ്റ്. ഷെയർ ബോണ്ടൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. നോൺ മാർക്കറ്റബിൾ അസറ്റ് എന്ന് പറയുന്നത് ഈസിയായി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല ഈ അസറ്റ്. ഈസിയായി ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത അസറ്റാണ് നോൺ മാർക്കറ്റബിൾ അസറ്റ്. എക്സാമ്പിൾ പ്രൊവിഡൻറ്റ് ഫണ്ട്, ബാങ്ക് ഡെപ്പോസിറ്റ്. മാർക്കറ്റബിൾ അസറ്റ് ആണെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഈസിയായി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നു, ഒട്ടും ഡിഫിക്കൽട്ടീസ് ഇല്ലാതെ.
നോൺ മാർക്കറ്റബിൾ അസറ്റ് ആണെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെയുള്ള അസറ്റാണ് നോൺ മാർക്കറ്റബിൾ അസറ്റ്. തേർഡ് ക്ലാസിഫിക്കേഷൻ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ക്യാഷ് അസറ്റ് ഓർ മണി അസറ്റ്, ഡെബ്റ്റ് അസറ്റ് ആൻഡ് സ്റ്റോക്ക് അസറ്റ്. എന്താണ് ക്യാഷ് അസറ്റ് അല്ലെങ്കിൽ മണി അസറ്റ്? കോയിൻസ്, കറൻസി നോട്ട്സ് ഇതൊക്കെയാണ് ക്യാഷ് അസറ്റ് അല്ലെങ്കിൽ മണി അസറ്റ്സിൽ പറയുന്നത്. സെക്കൻഡ് വൺ ആണതിൽ ഡെബ്റ്റ് അസറ്റ്. ഡെബ്റ്റ് അസറ്റ് എന്ന് പറയുന്നത് ഡെബ്റ്റ് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന അസറ്റാണ് ഡെബ്റ്റ് അസറ്റ്. തേർഡ് വൺ ആണ് സ്റ്റോക്ക് അസറ്റ്. സ്റ്റോക്ക് അസറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന അസറ്റാണ് സ്റ്റോക്ക് അസറ്റ്. ക്യാഷ് അസറ്റ് എന്ന് പറയുന്നത് കോയിൻസ്, കറൻസി ഒക്കെയാണ്. ഡെബ്റ്റ് അസറ്റ് എന്ന് പറയുന്നത് ഡെബ്റ്റ് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന അസറ്റാണ് ഡെബ്റ്റ് അസറ്റ്. സ്റ്റോക്ക് അസറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന അസറ്റിനെയാണ് സ്റ്റോക്ക് അസറ്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റിൽ പറയുന്നത്. ഫിനാൻഷ്യൽ കോൺസെപ്റ്റിൻ്റെ ഫസ്റ്റ് പോയിൻറ്റ് ഫിനാൻഷ്യൽ അസറ്റ് നമ്മൾ പഠിച്ചു. ഇനി സെക്കൻഡ് പോയിൻ്റ് ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ കോൺസെപ്റ്റിൻ്റെ സെക്കൻഡ് പോയിൻ്റ് ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. വാട്ട് ഈസ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്? It is a center that facilitates buying and selling of financial instruments, claims or services. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു സെൻറ്ററാണ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റാണ്. എന്തിൻ്റെ സെൻറ്ററാണ്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ സർവീസസ് അല്ലെങ്കിൽ ക്ലെയിംസ് ബൈ ചെയ്യുകയും സെൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു സെൻറ്ററാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. സാധാരണ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബൈയിങ് ആൻഡ് സെല്ലിങ് നടക്കുന്ന ഒരു സെൻറ്ററാണല്ലോ. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ് നടക്കുന്നത്. എന്തിൻ്റെയാണ്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെയാണ്. ഓക്കെ, ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ എക്സാമ്പിളാണ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇനി നമ്മൾ പറയുന്നത് ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൻ്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് പോയിൻറ്റ് ബോറോവിങ് ആൻഡ് ലെൻഡിങ്. എന്താണ് ഈ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൺസംഷൻ പർപ്പസിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയോ ഒരു ഏജൻറ്റിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ബോറോവിങ് ആൻഡ് ലെൻഡിങ് എന്നുള്ള പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് പ്രൈസ് ഡിറ്റർമിനേഷൻ. ഫിനാൻഷ്യൽ മാർക്കറ്റ് ന്യൂലി ഇഷ്യൂഡ് അസറ്റിൻ്റെയും അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് സ്റ്റോക്കിൻ്റെയും പ്രൈസ് ഫിക്സ് ചെയ്യുന്നുണ്ട്. തേർഡ് പോയിന്റ് ഇൻഫോർമേഷൻ അഗ്രിഗേഷൻ ആൻഡ് കോർഡിനേഷൻ. ഈ പോയിന്റിൽ പറയുന്നത് ഫിനാൻഷ്യൽ അസറ്റ് വാല്യൂസിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻ അഗ്രിഗേറ്റ് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ്. നെക്സ്റ്റ് പോയിന്റ് റിസ്ക് ഷെയറിംഗ്. റിസ്ക് ഷെയറിംഗ് എന്നുള്ള പോയിന്റിൽ പറയുന്നത് ആരാണോ ഇൻവെസ്റ്റ്മെൻറ്റ് അണ്ടർടേക്ക് ചെയ്യുന്നത് അവരിൽ നിന്ന് ആരാണോ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അവരിലോട്ട് റിസ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റെടുക്കുന്നവരിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നവരിലേക്ക് റിസ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് റിസ്ക് ഷെയറിംഗ് എന്നുള്ള പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോൾഡേഴ്സിന് റീസെൽ ചെയ്യാനോ ലിക്വിഡേറ്റ് ചെയ്യാനോ ഉള്ളൊരു ചാൻസ് ഫിനാൻഷ്യൽ മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ എഫിഷ്യൻസി. എഫിഷ്യൻസിയിൽ പറയുന്നത് ഇൻഫോർമേഷൻ കോസ്റ്റും അതേപോലെ തന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റും റെഡ്യൂസ് ചെയ്യുന്നതിലൂടെയാണ് എഫിഷ്യൻസി എന്നുള്ള ഒരു ഫങ്ഷൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് നിറവേറ്റുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഫങ്ഷനായിട്ട് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ബോറോവിങ് ആൻഡ് ലെൻഡിങ്, സെക്കൻഡ് പ്രൈസ് ഡിറ്റർമിനേഷൻ, തേർഡ് ഇൻഫർമേഷൻ അഗ്രിഗേഷൻ ആൻഡ് കോർഡിനേഷൻ, റിസ്ക് ഷെയറിംഗ്, ലിക്വിഡിറ്റി ആൻഡ് എഫിഷ്യൻസി. ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസ് മെയിൻലി 7 ആണ് വരുന്നത്. 7 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റ്, ഫിനാൻഷ്യൽ മോർഗേജ് മാർക്കറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച്, കമ്മോഡിറ്റി മാർക്കറ്റ്, ഡെബ്റ്റ് മാർക്കറ്റ്. ഇത് ഓരോന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് വണ്ണാണ് മണി മാർക്കറ്റ്. ഇറ്റ്സ് ദി മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട്സ് നോർമലി അപ് ടു 1 ഇയർ. ഒരു വർഷം വരെയുള്ള സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഒരു വർഷം വരെയുള്ള ഷോർട്ട് ടേം ഫണ്ട്സിന് വേണ്ടിയുള്ള മാർക്കറ്റാണ് മണി മാർക്കറ്റ്. ഈ മാർക്കറ്റിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ട്രഷറി ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെയാണ്
ഡീൽ ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ഇഷ്യൂ ആൻഡ് ട്രേഡിംഗ് ഓഫ് ലോങ് ടേം സെക്യൂരിറ്റീസ്. ലോങ് ടേം സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതിനും ട്രേഡ് ചെയ്യുന്നതിനുള്ള മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: ഷോർട്ട് ടേം, മീഡിയം ടേം ആൻഡ് ലോങ് ടേം സെക്യൂരിറ്റീസ്. ഈ ക്ലാസിഫിക്കേഷൻസ് ടേം ഓഫ് മെച്യൂരിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. അപ് ടു 5 years വരെയുള്ള സെക്യൂരിറ്റീസിനെ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് എന്നാണ് പറയുന്നത്. 5 to 10 years വരെയുള്ള സെക്യൂരിറ്റീസിനെ മീഡിയം ടേം സെക്യൂരിറ്റീസ് എന്ന് പറയുന്നു. മോർ ദാൻ 10 years ഉള്ള സെക്യൂരിറ്റീസ് ലോങ് ടേം സെക്യൂരിറ്റീസ് ആണ്. നെക്സ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ മോർട്ട്ഗേജ് മാർക്കറ്റ്. ഇറ്റ്സ് എ മാർക്കറ്റ് ത്രൂ വിച്ച് മോർട്ട്ഗേജ് ലോൺസ് ആർ ഗ്രാൻറ്റഡ് ടു ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ്. ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിന് മോർട്ട്ഗേജ് ലോൺസ് ഗ്രാൻറ്റ് ചെയ്യുന്ന മാർക്കറ്റാണ് ഫിനാൻഷ്യൽ മോർട്ട്ഗേജ് മാർക്കറ്റ്. മോർട്ട്ഗേജ് ലോൺസ് ഇവിടെ ഗ്രാൻറ്റ് ചെയ്യുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിലാണ്. റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിലാണ് മോർട്ട്ഗേജ് ലോൺസ് ഗ്രാൻറ്റ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടീസ് മാർക്കറ്റ്. ഇറ്റ്സ് എൻ ഇൻഡിപെൻഡൻറ്റ് മാർക്കറ്റ് ആൻഡ് എ ഫിനാൻഷ്യൽ സർവീസ് മാർക്കറ്റ്. It's a center where finance is provided against the guarantee of a reputed person in the financial circle. ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് മാർക്കറ്റാണ്. ഇതൊരു ഫിനാൻഷ്യൽ സർവീസ് മാർക്കറ്റാണ്. ഈ മാർക്കറ്റിൽ റെപ്യൂട്ടഡ് പേഴ്സൻ്റെ ഗ്യാരണ്ടിയിലാണ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. It's an institutional arrangement for sale and purchase of foreign currency. ഫോറിൻ കറൻസീസ് സെയിൽ ചെയ്യാനും പർച്ചേസ് ചെയ്യാനുമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ബാങ്ക്, ബ്രോക്കേഴ്സ്, ആക്സെപ്റ്റൻസ് ഹൗസസ്, സെൻട്രൽ ബാങ്ക്, ട്രഷറി ഒക്കെയാണ് ഈ മാർക്കറ്റിലെ ഡീലേഴ്സ്. ഫോറിൻ കറൻസീസിൻ്റെ ഡീലിങ്സ് നടക്കുന്ന മാർക്കറ്റാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. നെക്സ്റ്റ് മാർക്കറ്റാണ് കമ്മോഡിറ്റി മാർക്കറ്റ്. ഇറ്റ്സ് എ മാർക്കറ്റ് വേർ എ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് സച്ച് ആസ് ബേസ് മെറ്റൽസ്, പ്രഷ്യസ് മെറ്റൽസ്, ക്രൂഡ് ഓയിൽ, എനർജി ആൻഡ് സോഫ്റ്റ് കമ്മോഡിറ്റീസ് ലൈക്ക് പാം ഓയിൽ, കോഫി എക്സെട്ര ആർ ട്രേഡഡ്. കമ്മോഡിറ്റി മാർക്കറ്റിൽ ബേസ് മെറ്റൽസ്, പ്രഷ്യസ് മെറ്റൽസ്, ക്രൂഡ് ഓയിൽ, അതുപോലെ തന്നെ സോഫ്റ്റ് കമ്മോഡിറ്റീസ് ആയിട്ടുള്ള പാം ഓയിൽ, കോഫി, ഇതൊക്കെയാണ് ട്രേഡ് ചെയ്യാറുള്ളത്. കമ്മോഡിറ്റി മാർക്കറ്റിൽ 2 ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ആണ് ഉള്ളത്. ഒന്ന് ഫിസിക്കൽ അല്ലെങ്കിൽ സ്പോട്ട് ട്രേഡിംഗ്, മറ്റൊന്ന് ഡെറിവേറ്റീവ് ട്രേഡിംഗ്. ഫിസിക്കൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഡെലിവറി ആയിരിക്കും ഗുഡ്സിൻ്റെ. ഒപ്പം തന്നെ ഗുഡ്സ് ക്യാഷിലായിരിക്കും ബൈയിങ് ആൻഡ് സെല്ലിംഗ് നടക്കുന്നത്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആർ ഡൺ ഫോർ ക്യാഷ് ആണ് ഫിസിക്കൽ ട്രേഡിങ്ങിൽ നടക്കുന്നത്. ഇമ്മീഡിയറ്റ് ഡെലിവറി ഓഫ് ഗുഡ്സും ഇവിടെ നടക്കുന്നുണ്ട്. അതിൽ വരുന്ന മറ്റൊരു കാര്യമാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇത് ഫിസിക്കൽ ആൻഡ് ഡെറിവേറ്റീവ് ആണ് കമ്മോഡിറ്റി മാർക്കറ്റിൻ്റെ 2 ടൈപ്പ് ഓഫ് ട്രേഡിംഗ്. ഫിസിക്കൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഡെലിവറിയാണ് ഗുഡ്സിൻ്റെ. അതുമാത്രമല്ല ഗുഡ്സ് ക്യാഷിലാണ് ഡെലിവർ ചെയ്യുന്നത്. ഡെറിവേറ്റീവ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ, ഓപ്ഷൻ, ഫോർവേഡ്സ്, സ്പോട്ട് പ്രൈസ്, ഇതിൻ്റെയൊക്കെ ഫോമിൽ വരുന്ന ട്രേഡിംഗ് ആണ് ഡെറിവേറ്റീവ് ട്രേഡിംഗ്. കമ്മോഡിറ്റി മാർക്കറ്റിൽ 2 ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ആണ് വരുന്നത്: ഫിസിക്കൽ ട്രേഡിങ്ങും ഡെറിവേറ്റീവ് ട്രേഡിങ്ങും. നെക്സ്റ്റ് വരുന്ന ഒരു മാർക്കറ്റാണ് ഡെബ്റ്റ് മാർക്കറ്റ്. ഇറ്റ് ഈസ് എ മാർക്കറ്റ് വേർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെബ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ട്രേഡഡ്. ഡെബ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് ഡെബ്റ്റ് മാർക്കറ്റ്. ഡെബ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ഒക്കെ വരുന്നുണ്ട് ഡെബ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ. സെൻട്രൽ, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന, അതുപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻസ്, ഗവൺമെൻറ് ബോഡീസ്, കൊമേഴ്ഷ്യൽ ബോഡീസൊക്കെ ഇഷ്യൂ ചെയ്യുന്ന ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസൊക്കെ ഡെബ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ വരുന്നുണ്ട്. ഇത്രയാണ് മാർക്കറ്റ്സിൻ്റെ, ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ടൈപ്സിൽ പറയുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റ്, ഫിനാൻഷ്യൽ മോർട്ട്ഗേജ് മാർക്കറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച്, കമ്മോഡിറ്റി മാർക്കറ്റ് ആൻഡ് ഡെബ്റ്റ് മാർക്കറ്റ്. 7 ക്ലാസിഫിക്കേഷനാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ വരുന്നത്.